സങ്കീർത്തകൻ ഇപ്രകാരം പറയുക, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഇപ്പോൾ അനുഗ്രഹ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകരെ ദൈവം കഴിഞ്ഞ നൈറ്റ് വിജിലൂടെ തൊട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാനും സാക്ഷ്യങ്ങളുമായി ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അത് പങ്കുവയ്ക്കാനായിട്ട് കടന്നു വരുന്നത് ബ്രദർ ബാബു നിരപ്പേലാണ്. അദ്ദേഹം ഷാലോമിൻ്റെ പ്രയർ സെഷനിൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമാണ്. ഈ നിമിഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം നമുക്ക് അനുഗ്രഹ സാക്ഷ്യം കേട്ടുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനത്തിൽ ഈശോ പ്രകാരം പറഞ്ഞു, ഇതാ യുഗത്തിൻ്റെ അന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. യുഗത്തിൻ്റെ അന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ സത്യമായി ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ അടുക്കൽ, നിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ, നിൻ്റെ റൂമിൽ, നീ ആയിരിക്കുന്ന പ്രാർത്ഥനാ വേളകളിൽ കർത്താവ് സന്നിഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 37:4 നമ്മൾ ഇപ്രകാരം വായിക്കും, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളോട് നമുക്കൊന്ന് കരങ്ങൾ കൊടുത്തെന്ന് പറയാം, കർത്താവിൽ ആനന്ദിക്കുക. അല്പം കൂടി സ്വരം ഉയർത്തി, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 69-ാം സങ്കീർത്തകൻ ഇപ്രകാരം പറയുകയാണ്, അതിൻ്റെ 32-ാം തിരുവചനം, കർത്താവിനെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ഉന്മേഷഭരിതമാകട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ഉന്മേഷഭരിതമാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സങ്കീർത്തകൻ പറയാൻ ഒരു കാരണമുണ്ട്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, മാറ്റമില്ലാത്ത ദൈവം ഇന്ന് നമുക്ക് സമീപസ്ഥനാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ഈ നല്ല ദൈവം കടന്നു വരുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന, വിടുവിക്കുന്ന നല്ല സ്നേഹമാണ്. അതുകൊണ്ട് ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, വിശുദ്ധ പൗലോസ് പറയാണ്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമുക്കേറെ സന്തോഷിക്കാം. ജീവനുള്ള ദൈവം തൻ്റെ വീര്യപ്രവർത്തികളാൽ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന നൈറ്റ് വിജിലിൽ അവൻ്റെ അത്ഭുത സാന്നിധ്യം ഇന്നും നമ്മുടെ കൂടെയുള്ളതിനാൽ നമുക്കേറെ സന്തോഷിക്കാം. ഇപ്പോൾ നാം ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, ആ അവസ്ഥകളിലേക്ക് ഇന്ന് ഈ സാക്ഷി വിവരണത്തിൻ്റെ സമയങ്ങളിൽ വിശ്വാസത്തിൽ നാം സ്വീകരിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ നല്ല ദൈവത്തിന് കടന്നു വരുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് പ്രവർത്തിച്ച 6 അത്ഭുത പ്രവൃത്തികളുടെ സാക്ഷീകരണമാണ് നാം വായിക്കുക. വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞ ക്യാൻസർ രോഗത്തിലേക്ക് കർത്താവ് നൈറ്റ് രാത്രിയിൽ വന്ന് സൗഖ്യം കൊടുത്തതിൻ്റെ സാക്ഷി വിവരണം. എന്തു വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, 10-12 വർഷങ്ങളായി കിടപ്പ് രോഗികളായിരുന്നവരെ കർത്താവ് തൊടുന്നു, ജോലിയില്ലാത്തവരെ കർത്താവ് വിടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് തൊടണമെന്ന ഒരാവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. വിശ്വസിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇന്ന് കടന്നു വരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷേ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എല്ലാവരും കൈവിടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു മനോവേദ നിന്നെ പിടികൂടിയിട്ടുണ്ടോ? വിശ്വസിക്കണമേ, ഓർക്കണമേ, മാറ്റമില്ലാത്ത ദൈവം, അടഞ്ഞ വഴികൾ തുറക്കുന്നവൻ, പ്രത്യാശയില്ലാത്തവർ പ്രത്യാശ കൊണ്ടുവരുന്ന സ്വർഗത്തിലെ വലിയ ദൈവം ഇന്ന് നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ അടുക്കൽ നിനക്ക് സമീപസ്ഥനാണ്. നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഒന്നിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്വന്തമായി ഒന്ന് ആരാധിക്കാൻ പരിശ്രമിക്കാം.
വാതിലുകൾ അടയുമ്പോൾ വഴി തുറക്കുന്ന ദൈവം. പ്രിയ ദൈവമകനെ, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാ വഴിയും അടഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെനിക്കായി വഴി തുറക്കുമെന്ന വേദനയോടെ ഇരിക്കുന്ന ദൈവ പൈതലാണോ നീ? ദൈവം ഇന്ന് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വസിക്കാം. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ജീവിക്കുന്ന ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം ഒന്ന് അവനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ചേർന്ന് കർത്താവിനൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യേശു നമുക്ക് സമീപസ്ഥൻ, യേശു നമ്മുടെ അടുക്കൽ, യേശു നമ്മുടെ പ്രശ്നങ്ങൾ തൊട്ടടുക്കൽ. വിടുവിക്കുന്നവനായ ദൈവം, വാതിലുകൾ തുറക്കുന്ന ദൈവം. ഹല്ലേലൂയ. കരങ്ങളടിച്ച്, താളത്തിൽ കരങ്ങളടിച്ച് എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, വിശ്വസിച്ചുകൊണ്ട് ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവരെ പോ. നമ്മെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. നമ്മെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ, വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോ. നമ്മെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. നമ്മെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ശാന്തമായി നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം പഠിക്കും: ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുവഴി
നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റിൽ രാത്രിയിൽ അനേകരെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിരതരാണ്. അവരുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഇപ്പോൾ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ നൈറ്റിൽ രാത്രിയിൽ പ്രാർത്ഥന നിരതരായിരുന്ന ഒരാവശ്യത്തിലിരുന്ന ഒരു സഹോദരിയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചതും അവരുടെ പ്രാർത്ഥന നിയോഗത്തിലേക്ക് കർത്താവ് കടന്നു വന്നതിൻ്റെയും സാക്ഷ്യമാണ് നാം ആദ്യം വായിച്ചു കേൾക്കുക. അഞ്ചു മരിയാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. കൊല്ലത്തു നിന്നാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു പ്രവർത്തിച്ച വലിയ അത്ഭുതമാണ് ഈ കത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. MBBS പഠിക്കുക എന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ എൻട്രൻസ് എക്സാം 2 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ വളരെ നിരാശയിലായിരുന്ന ഞാൻ 2012 ജൂൺ മാസത്തിലെ നൈറ്റ് വിജിൽ കാണുവാൻ ഇടയായി. ആരാധനയുടെ സമയത്ത് എൻ്റെ യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ലോകത്തെവിടെ വേണമെങ്കിലും ഞാൻ പോയി പഠിച്ചു കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം ഒരു ശക്തി എന്നിൽ നിറയുന്നതായി, ഒരു തണുത്ത കാറ്റ് എൻ്റെ തലയ്ക്ക് മുകളിൽ കടന്നു പോകുന്നതായും എനിക്ക് അനുഭവപ്പെട്ടു. ആ സമയം പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലെ നിരാശ എടുത്തു മാറ്റുകയും മനസ്സിൽ പ്രത്യാശയും സന്തോഷവും നൽകുകയും ചെയ്തു. അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത സന്തോഷം ഞാൻ അനുഭവിച്ചു. ഇതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ സെൻറ്റ് ലൂയിസിൽ അമേരിക്കൻ ഇൻ്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാനുള്ള അവസരം കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. സെപ്റ്റംബർ മാസം എനിക്ക് വിസ വരികയും ഞാൻ അവിടെ പോവുകയും ചെയ്തു. അവിടെ എത്തിയതിനു ശേഷവും കർത്താവിൻ്റെ കരം എന്നെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ 3 മെയിൻ പരീക്ഷകളിൽ 87%, 80%, 83% എന്നീ ഉയർന്ന മാർക്ക് നൽകി അനുഗ്രഹിച്ചു. എന്നെ ഇന്നും കർത്താവ് സംരക്ഷിച്ച് വഴി നടത്തുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശലോം പ്രയർ ഗ്രൂപ്പിന് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, 2 തവണ മെഡിക്കൽ എൻട്രൻസ് എഴുതി പാസ്സാവാത്ത ഈ കുഞ്ഞ് നൈറ്റിൽ രാത്രിയിൽ വിശ്വാസത്തോടുകൂടെ അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൾ ഇരുന്ന റൂമിലേക്ക് ഒരു സാന്നിധ്യമായി ശക്തിയായി കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, മനസ്സിലെ ഭാരങ്ങളെല്ലാം ഏറ്റെടുത്ത പരിശുദ്ധാത്മാവ് 1 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവൾക്ക് ഉന്നതമായി അമേരിക്കയിൽ പോയി പഠിക്കുവാനും മെഡിസിൻ പഠിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ലോകത്ത് എവിടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ചൈതന്യം അവരായിരിക്കുന്ന ഇടങ്ങളിൽ, അവരായിരിക്കുന്ന റൂമുകളിൽ ദൈവത്തിന്റെ ചൈതന്യം കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം ചൊരിയുന്ന ഈ കർത്താവിനെ കരങ്ങളടിച്ച് ഗാനമാലപിച്ച് നന്ദിയോട് നമുക്ക് അവനെ ആരാധിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുമില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ക്യാൻസർ രോഗം അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തേണ്ട സാക്ഷി വിവരണമാണ് നാം വായിച്ചു കേൾക്കുക. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് SABS കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററിൻ്റെ കത്താണ്. ഒരു ഫോട്ടോ സഹിതം അവരെ ഫോട്ടോ വെച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരിപ്രകാരം എഴുതുകയാണ്. നമ്മളിപ്രകാരം വായിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം. അതിൽ നമ്മളിപ്രകാരം, യേശു കഫർനാമിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ജനം യേശുവിൻ്റെ അടുക്കൽ ഓടിക്കൊടുക്കുകയാണ്. കുറേ ആൾക്കാർ ഒരു തളർവാദ രോഗിയെ
യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ്. ജനക്കൂട്ടം നിമിത്തം യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടുവാന്, ഈ രോഗിയെ എത്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധാപൂർവം വചനം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, അവർ പിന്മാറിപ്പോയില്ല. ഒരുപക്ഷേ അനേകം രാത്രികളിൽ, അനേക നൈറ്റുകൾ രാത്രികളിൽ ഇതേപോലെ യേശുവിൻ്റെ സാമീപ്യം കൊതിച്ചുകൊണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിരിക്കാം. നിന്റെ കുടുംബം ഒന്നിച്ച് നീ പ്രാർത്ഥിച്ചിരിക്കാം, നിന്റെ കുഞ്ഞുങ്ങളൊന്നിച്ച് നീ പ്രാർത്ഥിച്ചിരിക്കാം. പക്ഷേ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു സാമീപ്യം നിനക്ക് ലഭിക്കാത്ത അനുഭവം ഉണ്ടാകാം. പക്ഷെ പിന്മാറരുത്. വീണ്ടും വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. അങ്ങനെ വന്ന ഒരു സൗഖ്യത്തിന്റെ അനുഭവം നാം വായിച്ചു കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും മർക്കോസ് 2 കാണുകയാണ്, അവർ പുരമുകളിൽ കയറി ഓട് പൊളിച്ച് തളർവാദ രോഗിയെ യേശുവിന്റെ അടുക്കലേക്ക് ഇറക്കി. മർക്കോസ് 2:5 നമ്മൾ ഇപ്രകാരം പഠിക്കും, അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് അവൻ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ച് അവനെ സൗഖ്യപ്പെടുത്തി അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ സഹോദരി ഒരു ക്യാൻസർ രോഗിയായിരുന്നപ്പോൾ കുടുംബം ഒന്നിച്ച് മടുപ്പില്ലാതെ പ്രാർത്ഥിച്ച് സൗഖ്യം വാങ്ങിയതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ രേഖപ്പെടുത്തുക. ഈ സാക്ഷ്യം വായിച്ച് നമുക്ക് കേൾക്കാം. സിസ്റ്റർ പ്രകാരം എഴുതുകയാണ്, ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു. എൻ്റെ നാവിലായിരുന്നു ക്യാൻസർ. ചികിത്സ ആരംഭിച്ച ഉടനെ എൻ്റെ കുടുംബത്തിലുള്ള 11 സഹോദരങ്ങളും അവരുടെ ജീവിത പങ്കാളികളും ഒരുമിച്ച് നൈറ്റ് വിൽ പ്രാർത്ഥനയിൽ ടെലിവിഷനിലൂടെ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൻ്റെ റിസൾട്ടിൽ രോഗം ഭേദമായി എന്ന് അറിഞ്ഞു. എന്നെ സുഖപ്പെടുത്തിയ നല്ലവനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശാലോം പ്രയർ ഗ്രൂപ്പിനും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നോക്കുക, ഈ സഹോദരി സിസ്റ്റർ രോഗിയായി തീർന്നപ്പോൾ ട്രീറ്റ്മെന്റിനിടയിൽ തന്നെ കുടുംബത്തിലുണ്ടായിരുന്ന 11 സഹോദരങ്ങളും അവരുടെ ജീവിത പങ്കാളിയും ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് നൈറ്റിൽ രാത്രിയിൽ ഒന്നിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതകരമായ സൗഖ്യം നൽകുക. വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞ ഏത് രോഗമാകട്ടെ, ഒരുപക്ഷെ നിന്നെ കാർന്നു തിന്നുന്നുണ്ടാകാം, നിന്റെ കുടുംബത്തിൽ ചിലർ മാരക രോഗത്തിന് അടിമയാകാം. പ്രിയപ്പെട്ടവരെ, മാറിപ്പോവരുത്, പതറിപ്പോവരുത്. വിശ്വാസത്തോടെ കർത്താവിന്റെ പക്കലേക്ക് ഈ രാത്രിയിൽ നിന്റെ ഹൃദയം ഉയർത്തുക, കരമുയർത്തുക. ദൈവത്തിന്റെ അത്ഭുത സൗഖ്യം അവിടെ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗാനം ആലപിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് കഷ്ടങ്ങൾ നടുവിൽ വന്നെന്നെ രക്ഷിച്ച യേശു വല്ലഭൻ, രോഗത്തിൻ നടുവിൽ ആശ്വാസം തന്ന യേശു നല്ലവൻ. കഷ്ടങ്ങൾ നടുവിൽ വന്നെന്നെ രക്ഷിച്ച യേശു വല്ലഭൻ, രോഗത്തിൻ നടുവിൽ ആശ്വാസം തന്ന യേശു നല്ലവൻ. സർവശക്തനായ യേശുവിന്റെ മക്കൾ നമ്മൾ ഇനി ഭയപ്പെടില്ല. സർവശക്തനായ യേശുവിന്റെ മക്കൾ നമ്മൾ ഇനി ഭയപ്പെടില്ല. ശക്തനാക്കുന്നവൻ മുഖാന്തിരം നമുക്കെല്ലാം സാധ്യമേ. ശക്തനാക്കുന്നവൻ മുഖാന്തിരം നമുക്കെല്ലാം സാധ്യമേ. ഹെബ്രായ ലേഖനത്തിന്റെ 11:6 അവിടെ ഇപ്രകാരം നമ്മൾ പഠിക്കുകയാണ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിരുസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖം തേടുന്നോ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക്, ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും അവിടങ്ങളിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെയുള്ള വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കേട്ട് തൻ്റെ മകളുടെ ജീവിതത്തിൽ, ആ പിതാവിൻ്റെ മകളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതിൻ്റെ ഒരു സാക്ഷി വിവരണമാണ് നാം വായിച്ചു കേൾക്കുക. കോട്ടയം ജില്ലയിൽ നിന്നാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. പൈലി ജേക്കബ് എന്ന സഹോദരനാണ് ഈ കത്തെഴുതിയിരിക്കുക. എൻ്റെ മകളുടെ വിവാഹം 2006
മെയ് 14 തീയതി ആയിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും മക്കൾ ഉണ്ടാവാത്തത് കൊണ്ട് ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഷാലോം നൈറ്റ്വില്ലിലേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുകൊണ്ട് കത്തെഴുതുകയും ചെയ്തിരുന്നു. തുടർന്ന് എല്ലാ ജാഗരണ പ്രാർത്ഥനയിലും ഞങ്ങൾ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി 2010 സെപ്റ്റംബർ 3 തീയതി മകൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. 2012 ഡിസംബർ മാസം രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി നൽകി ദൈവം അനുഗ്രഹിച്ചു. നോക്കുക, 1 വർഷത്തോളം ഈ കുടുംബം ഒന്നിച്ച് ആ സഹോദരിക്ക്, തൻ്റെ മകൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ വലിയ ദൈവം, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രത്യാശിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിച്ചാൽ തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 11-ാം തിരുവചനം ഇപ്രകാരം പഠിക്കും നമ്മൾ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. പ്രിയപ്പെട്ടവരെ, ദുഃഖത്തോടെയും ഭാരത്തോടെയും ഇരിക്കുന്ന അനേകര ജീവിതങ്ങളിൽ, ഈ സമയങ്ങളിൽ, അനേകം കുടുംബങ്ങളിൽ, അനേകര പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ട് ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവന് ഏത് വഴികളിലൂടെ നമ്മെ അനുഗ്രഹിക്കാൻ പറ്റും. ഏഷ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 22 വചനം ഇപ്രകാരം പറയും, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, കൃപയുടെ വഴികൾ തുറന്നു തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം പ്രാർത്ഥനയിലൂടെ അടഞ്ഞ അനുഗ്രഹത്തെ തുറന്നെടുത്തതിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം വായിക്കുക. ഈ കത്ത് എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ പൗളീന ജേക്കബ് എന്നൊരു സഹോദരിയാണ് എഴുതിയിരിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിലെ നൈറ്റ്വിൽ പ്രാർത്ഥന, അതായത് 2012 ഫെബ്രുവരി പ്രാർത്ഥനയിൽ 28 വയസ്സുള്ള മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കത്തയച്ചിരുന്നു. 6 വർഷമായി വിവാഹം ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര പ്രതിബന്ധങ്ങളായിരുന്നു മുമ്പിൽ. നോക്കുക, 6 വർഷമായി വിവാഹം മുടങ്ങി കിടക്കുകയാണ്. കുടുംബത്തിന് എന്തുമാത്രം ഭാരമുണ്ട്, എന്തുമാത്രം വേദനയുണ്ട്. അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ സഹായം യാചിച്ചതിൻ്റെ തുടർന്ന് അവർ എഴുതുകയാണ്. പ്രാർത്ഥനാ സഹായം യാചിച്ചതിൻ്റെ ഫലമായി ഫെബ്രുവരിയിൽ തന്നെ വിവാഹം ഉറപ്പിക്കുകയും ഈസ്റ്റർ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ വിവാഹം നടക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് മകളുടെ വിവാഹം നടന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നൈറ്റ് വിജിൽ പ്രാർത്ഥന ഗ്രൂപ്പിനോടും എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി ഞങ്ങൾ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആരാധിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം.
വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. 46-ാം സങ്കീർത്തനത്തിന്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം പഠിക്കും: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കഷ്ടതകളിൽ ഇറങ്ങുന്ന, കണ്ണുനീരൊപ്പുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുക. വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ, നമ്മുടെ കണ്ണീരപ്പുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം കർത്താവ് കണ്ണുനീരൊപ്പിയതിൻ്റെ ഒരു സാക്ഷി വിവരണമാണ് നാം കേൾക്കുക. സൗമ്യ ജോസഫാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. എൻ്റെ ജോലിക്കാര്യം ശരിയാകുന്നതിന് വേണ്ടി ഷാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസം നേടിയിട്ടും 8 വർഷത്തോളം സ്ഥിര ജോലിയിൽ പ്രവേശിക്കാതെ വിഷമിച്ചിരുന്ന ആളാണ് ഞാൻ. അതിനുശേഷം അധ്യാപികയായി ജോലിയിൽ കയറി. അപ്പോഴും സ്ഥിര നിയമനം ലഭിച്ചിരുന്നില്ല. തുടർന്ന് സ്ഥിരമായി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഉള്ളുരുകി പ്രാർത്ഥിച്ചിരുന്നു. 1.5 വർഷത്തിന് ശേഷം അധ്യാപികയായി ജോലി സ്ഥിരപ്പെട്ടു. ശമ്പളവും കിട്ടിത്തുടങ്ങി. പ്രാർത്ഥനാ സഹായത്തിന് നന്ദി അറിയിക്കാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. അനുഗ്രഹ വർഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന യേശുനാഥന് 1000 നന്ദി. നോക്കുക പ്രിയപ്പെട്ടവർ, ഈ സഹോദര സാക്ഷ്യം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും സ്ഥിരമായ ശമ്പളമുള്ള സ്ഥിര ജോലിക്ക് വേണ്ടി അവർ പലപ്പോഴും പ്രാർത്ഥിച്ചു. പക്ഷേ ലഭിച്ചില്ല. തുടർന്ന് ജാഗരണ പ്രാർത്ഥനയിലേക്ക് കത്തുകൾ എഴുതി. അവർ മടുപ്പ് കൂടാതെ പ്രാർത്ഥനയിലായിരുന്നു. ദൈവം അത്ഭുതകരമായി ഇടപെട്ട് സ്ഥിരമായ ജോലി കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവിനെ കരങ്ങളടിച്ച് ഗാനമാലപിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനുള്ളത്, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ദയെന്നുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 27 തൊട്ടുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: യേശു കഫർനാമിലെത്തിയപ്പോൾ 2 അന്ധന്മാർ ദാവീദിന്റെ പുത്രാ ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ അവർ അവൻ്റെ അടുക്കലേക്ക് ചെന്നു. ഈ 2 അന്ധന്മാർ യേശു ഇരിക്കുന്ന ഭവനത്തിലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ പ്രാർത്ഥനയിലൂടെ നാം യേശുവിന് സമീപത്തായിരിക്കുക. യേശു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ 2 അന്ധന്മാരോട് കർത്താവ് ചോദിച്ചു, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്. ആ കർത്താവ് ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലെ, തൊഴിൽ മേഖലകളിലെ എല്ലാ പ്രതിസന്ധികളിലേക്കും കടന്നു വരുവാൻ മതിയായവനാണ്. നാം ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ: എൻ്റെ കർത്താവിന് ഇത് സാധ്യമാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും കടന്നു വരുവാൻ എൻ്റെ കർത്താവിന് സാധ്യമാണെന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവർ, എത്ര വൈകിയ രോഗമാവട്ടെ, ഏത് കണ്ണുനീരിൻ്റെ അവസ്ഥയാകട്ടെ, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ അടുക്കലേക്ക്, നീ ലോകത്തെവിടെയായിരുന്നാലും അവിടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12 വർഷമായി
മരുന്ന് കഴിച്ചിട്ടും സൗഖ്യം ലഭിക്കാത്ത നടുവിൻ്റെ വേദനയിൽ അത്ഭുതകരമായി ഇടപെട്ടതിൻ്റെ ഒരു സാക്ഷ്യവിവരണമാണ് നാം വായിച്ച് കേൾക്കുക. ഷാമിൻ സുരേഷ് എന്ന സഹോദരൻ തിരുവനന്തപുരത്ത് നിന്ന് എഴുതിയ കത്താണ് നാം വായിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. 12 വർഷമായി അസഹ്യമായ നടുവേദന കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. ഒരു മരുന്ന് കൊണ്ടും മാറാതെ വന്നപ്പോൾ പെയിൻ കില്ലർ കഴിച്ച് വേദന കുറച്ചു. ഈയിടെ ഒരു ഡോക്ടർ പറഞ്ഞു ഫൈബ്രോമ്യാൻമിയ എന്ന രോഗമാണ്, അതികഠിനമായ വേദനയാണിതിന്, മരുന്ന് കൊണ്ടിരുന്ന് ഭേദമാവില്ല, ഫിസിയോതെറാപ്പി, വ്യായാമം എന്നിവയിലൂടെ വേദന കുറയ്ക്കാം എന്നതിനപ്പുറം ഒന്നും ചെയ്യാനാവില്ല. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 2012 ഓഗസ്റ്റ് മാസം നൈറ്റ് ഇതിൽ ഞാൻ കണ്ണീരോട് എൻ്റെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ പിറ്റേ ദിവസം അതിനടുത്ത ദിവസവും എൻ്റെ എന്നത്തേക്കാളേറെ എൻ്റെ വേദന വർദ്ധിച്ചു. എന്നിട്ടും മനോധൈര്യം വിടാതെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. 3-ാം ദിവസം വേദനയിൽ ഗണ്യമായ മാറ്റം അനുഭവപ്പെട്ടു. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ പെയിൻ കില്ലർ ഉപയോഗിച്ചിട്ടില്ല. അതികഠിനമായ ആ വേദന തമ്പുരാൻ എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പ്രിയപ്പെട്ടവരെ ഓർക്കുക, 12 വർഷമായി ഡോക്ടേഴ്സ് ഇനി അത് സുഖപ്പെടുകയില്ല, ഫിസിയോതെറാപ്പി, വ്യായാമമൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും അല്പം വേദന കുറയ്ക്കാമെന്ന് മാത്രമാണ് വൈദ്യശാസ്ത്രം പറഞ്ഞത്. എന്നാൽ ജീവനുള്ള ദൈവം, സർവശക്തനായ കർത്താവ് നൈറ്റിൽ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക്, പരിപൂർണമായി വിടുതലിലേക്ക് വ്യക്തിയെ നയിച്ചിരിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ച് അവിടുത്തെ ആരാധിക്കാം. എത്ര നല്ല ദൈവം നസ്രായനാമേശു, ദൈവത്തിന്റെ മഹത്വം കാണാൻ ആരാധിച്ച വീടുകൾ, അത്ഭുതത്തിൻ കരങ്ങൾ, വീക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാണ്. എത്ര നല്ല ദൈവം നസ്രായനാമേശു, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ ആരാധിച്ച വീടുകൾ, അത്ഭുതത്തിൻ കരങ്ങൾ, വീക്ഷണത്തിൽ വ്യാപരിക്കും ദൈവശക്തിയാണ്. അത്ഭുതങ്ങളുടെ രാത്രി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം, വിടുതലും നമ്മൾ ലഭിക്കുമ്പോൾ നമുക്കൊന്നിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്ത് എവിടെ ആയിരുന്നാലും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന സ്നേഹത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ച് കരങ്ങളൊന്ന് തുറന്ന് പിടിച്ചുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രിയില് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ശാലോം ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ശാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ച ബെന്നി സാറിനെയും മാത്യു സാറിനെയും എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അമേരിക്കൻ ഓഫീസിലുള്ള എല്ലാ ശുശ്രൂഷകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടും ശാലോം ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ശാലോം ടൈംസിന് വേണ്ടി, തമിഴ് മാഗസിന് വേണ്ടി, ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൺഡേ ശാലോമിന് വേണ്ടി, സൺഡേ ശാലോമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
അഭിഷേകം ചെയ്യണമേ. ശലോം പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഏജന്റുമാർക്ക് വേണ്ടി, റിപ്പോർട്ടേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ശലോം പ്രസിദ്ധീകരണങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായി കർത്താവിന്റെ ആത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് ഉന്നതമായ ഒരു ശക്തി നിറയുന്നതിന് വേണ്ടി നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവേ പറന്നിറങ്ങണമേ, അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. 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 കരങ്ങൾ ഉയർത്തി വീണ്ടും അല്പസമയം കൂടി ശലോം മിനിസ്ട്രിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ജീവിതങ്ങളെ ശലോം ടിവിയുടെ മുമ്പിലിരുന്ന് അത്ഭുത അഭിഷേകം വാങ്ങുന്ന ഈ രാത്രിയിൽ ഇരു കരങ്ങളും ഉയർത്തി ദൈവ രാജ്യ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ ഉണർവിന് വേണ്ടി കർത്താവ് രൂപം നൽകി ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ ലോകത്തെമ്പാടും വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയോട് ചേർന്ന് വീണ്ടും നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ശലോം ടിവിയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനേകം ജീവിതങ്ങൾക്ക്, അനേകം ആത്മാക്കൾക്ക് അങ്ങേ കണ്ടെത്തുവാൻ ശലോം ടിവിയെ അഭിഷേകം ചെയ്ത് ഉയർത്തിയതിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ ഈശോയേ, ശലോം ടിവിയെ വീണ്ടും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. എല്ലാ പ്രോഗ്രാമുകളെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ശലോം ടിവിയിൽ വന്നു നിറയണമേ. കർത്താവായ ഈശോയെ, ശലോം ടിവിയെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിതരണക്കാരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. DTH നെറ്റ്വർക്കുകാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ശലോം പീസ് ഫെലോഷിപ്പിലുള്ള ലോകമെമ്പാടുമുള്ള എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായി ശലോം ടിവിയെ വീണ്ടും ഉയർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ലോക സുവിശേഷീകരണത്തിന് അഭിഷേകമായി, അനുഗ്രഹമായി ശലോം ചാനലിനെ ഉയർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായി ശലോം ടിവിയെ സമർപ്പിച്ച് ലോകമെമ്പാടും ഈ ചാനലിലൂടെ യേശുവിന്റെ നാമത്തിന് വലിയ വളർച്ച സംഭവിക്കുവാൻ വേണ്ടി ഇരു കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. നമുക്ക് അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശോയേ.